ഹായ് എവരിവൺ, നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ അധികം വന്ന ഇഡ്ഡലി മാവ് കൊണ്ട് ഒരു സൂപ്പർ ജിലേബിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പം നമുക്ക് നമ്മുടെ ജിലേബി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ദോശമാവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലൂസായിരിക്കും. ഇഡ്ഡലി മാവിൻ്റെ പരുവാണ് നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതൊരു ബോട്ടിലോട്ട് നിറച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു ബോട്ടിൽ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. നിങ്ങൾക്കിതില്ല എന്നുണ്ടെങ്കിൽ സിപ്ലോക്ക് കവറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ചു കൊടുത്ത് പ്രസ് ചെയ്താൽ മതിയാകും. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. ഇതിന് ശേഷം നമുക്കിനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു ചായപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഗ്ലാസ് മീൻസ് കപ്പാണ്. 250 ml കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 7-8 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അതാകുമ്പോൾ ചെറിയൊരു പുളിയും കിട്ടും, നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആവാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നാരങ്ങാനീര് ഒരുപാട് കൂടാതെ നോക്കണം, അപ്പോൾ പുളി കൂടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇത് ഈ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ സ്പൈറൽ രീതിയിലാണ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര തീ ആയിരിക്കരുത്, കാരണം അത് കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഷേപ്പൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ സ്പൈറൽ പോലാണ് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം നമുക്ക് 2 സൈഡും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന്, അതായത് കുറച്ചൊന്ന് ക്രിസ്പി ആകണം. ഭയങ്കര ക്രിസ്പി ആകരുത്, എന്നാൽ ഭയങ്കര സോഫ്റ്റും ആകരുത്. അപ്പോൾ ക്രിസ്പി ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒരുമാതിരി നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ 2 സൈഡും നല്ല രീതിയിൽ ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. തീ ഒരുപാട് കൂടരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഒരുപാട് ക്രിസ്പിയും ആകരുത്, ഒരുപാട് സോഫ്റ്റും ആകരുത്. അപ്പോൾ എല്ലാം ഇതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂട് വേണം. അപ്പോൾ അതൊരു ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. എന്നിട്ടിത് 2 സെക്കൻഡ് ഞാനൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വറുത്തെടുക്കുമ്പോൾ ഇത് ക്രിസ്പിനെസ് കുറവാണെങ്കിൽ ഇത് വേഗം തന്നെ പൊടിഞ്ഞു പോകും ഷുഗർ സിറപ്പിലിടുമ്പം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പം നമ്മൾ ഇതുപോലെ എല്ലാം ഡിപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ജിലേബി അല്ലേ. അപ്പോൾ ഇഡ്ഡലി മാവ് ഇനി അധികം വരുമ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ജിലേബി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.